ഹായ്, നമ്മൾ ഇന്ന് ബികോം ഫസ്റ്റ് സെമസ്റ്റർ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മെത്തഡോളജി ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ കുറച്ച് എക്സ്പെക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ആ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് അവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. നമുക്ക് അവിടുന്ന് എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്നും ആ ബിസിനസ് ഇൻഫർമേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. എങ്കിലും അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ആൻഡ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷനാണ് കേട്ടോ. അതിനകത്ത് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് പഠിക്കണം. ആ പ്രൈമറി ഡേറ്റയിൽ തന്നെ അതിനകത്ത് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് സർവേ മെത്തേഡും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ മെത്തേഡും ഉണ്ട്. അതിനകത്ത് ഈ സർവേ മെത്തേഡിൽ ക്വസ്റ്റ്യനെയർ, ചെക്ക് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. സെക്കൻഡറി ഡേറ്റയ്ക്ക് അത് പബ്ലിഷ്ഡ് സോഴ്സും അൺപബ്ലിഷ്ഡ് സോഴ്സും ഉണ്ട്. അപ്പോൾ ഈ എന്താണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അതിനകത്ത് ഈ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് എക്കണോമിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. പ്രധാനമായിട്ടുള്ള എക്കണോമിക് സിസ്റ്റമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കോണമി തുടങ്ങിയ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതിനകത്തുനിന്ന് ചോദിച്ചേക്കാം. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കമ്പാരിസണും ചോദിച്ചേക്കാം കേട്ടോ. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം, അല്ലെങ്കിൽ സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്പാരിസൺ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ആ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ബിസിനസ് എൻറ്റിറ്റീസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഇനി വരാൻ പോണ ഒരു മെജോറിറ്റി ഏരിയയും ഈ ബിസിനസ് എൻറ്റിറ്റീസിനെ കുറിച്ചിട്ടാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് കൺസേണിനെ കുറിച്ചിട്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചിട്ട്, ട്രസ്റ്റ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ജോയിൻറ്റ് വെഞ്ചർ, മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs, പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അങ്ങനെ ബിസിനസ് എൻറ്റിറ്റീസിനെ കുറിച്ചിട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അത് ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ്, ഫീച്ചേഴ്സ്, അതേപോലെ പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ഓരോന്നിൻ്റെയും 4 മാർക്കിൻ്റെ മേഖലയായിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ബിസിനസ് എൻറ്റിറ്റീസിനെ കുറിച്ച് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, MNC തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കോണമിയാണ് കേട്ടോ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ തുടങ്ങിയ സെക്ടേഴ്സ് ഓഫ് എക്കോണമിയാണ്. സെക്ടേഴ്സ് ഓഫ് എക്കോണമി നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയുമാണ് എന്ന് പറയുന്നത് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും അതേപോലെ തന്നെ ടെർഷറി സെക്ടറിൻ്റെയും ഒരു കമ്പാരിസൺ എന്നുള്ള നിലയ്ക്ക് പഠിക്കണം കേട്ടോ. ഡിഫറൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റി എന്താണ് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പ്രൈമറി സെക്ടറും ടെർഷറി സെക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ചോദിച്ചേക്കാം. ഇനി ഈ ടെർഷറി സെക്ടറാണല്ലോ, സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ ടെർഷറി സെക്ടറിനകത്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ എമേർജിങ് ഏരിയാസ് എന്താണ്, സർവീസ് സെക്ടറിനകത്തെ എമേർജിങ് ഏരിയ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. പിന്നെ BPO ഉണ്ടല്ലോ. BPO ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഗതി നമ്മുടെ BPO ആണ് അല്ലേ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയും. ആ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചൊരു ചോദ്യം, എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നും എന്താണ് BPO എന്നും എന്നൊക്കെ 1 മാർക്ക് 2 മാർക്ക് മേഖലയിൽ ചോദിക്കാൻ പറ്റും. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതേപോലെ തന്നെ എന്താണ് KPOയും ചോദിച്ചേക്കാം. KPO മീൻസ് എന്താണ്? നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പോൾ ഈ എന്താണ് BPO അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കുന്ന അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് KPOയും ചോദിക്കാം. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ഡിഫറൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്തെന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങും നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൂന്നാമത്തെ മൊഡ്യൂള്. അവിടെ മൊഡ്യൂള് ബിസിനസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിനകത്ത് 4 മാർക്കിൻ്റെ ഒട്ടനവധി ഏരിയകൾ കിടപ്പുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് സത്യം. അതിനകത്ത് സ്റ്റെപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് എന്താണ്, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നൊക്കെയുള്ള മേഖലകൾ കിടപ്പുണ്ട്. എങ്കിലും അതൊക്കെ നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റുന്ന ഏരിയയാണ്. എന്നാൽ പഠിച്ചെഴുതേണ്ടുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മൾ +2 മുതലേ പഠിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട്. ലീഗൽ എൻവയോൺമെൻറ്റ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ഫൈനാൻഷ്യൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് തുടങ്ങുന്ന ആ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു മേഖലയാണ്. പിന്നെ ബിസിനസ് ഫിനാൻസും അതിൻ്റെ സോഴ്സസ് ഓഫ് ഫിനാൻസിനെ കുറിച്ചൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ബിസിനസ് ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ ഈ ബിസിനസ് ഫിനാൻസ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് അത് ഗ്യാദർ ചെയ്തെടുക്കുന്നത് എന്നൊരു മേഖല പരീക്ഷയിൽ ചോദിച്ചേക്കാം. ഇനി അതേപോലെ തന്നെ ഈ സോഴ്സസ് ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. അതും ഡിഫറൻസിൻ്റെ മേഖലയിൽ ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. റിട്ടേൺ ഏർണിങ്സ് എന്താണെന്ന് ചോദിക്കാം. എൻട്രപ്രണർ ആരാണെന്ന് ചോദിക്കാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. കമ്പനി, ഇൻഡസ്ട്രി, ഇക്കോണമി ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. എന്താണ് കമ്പനി, എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ഇക്കോണമി, ഇവ തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചേക്കാം. പിന്നെ നമുക്ക് എസ്സേയിൽ ഉൾപ്പെടെ നമ്മുടെ 15 മാർക്കിൻ്റെ മേഖലയിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി എന്താണ്, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് 15 മാർക്കിൻ്റെ മേഖലയിൽ ചോദിച്ചേക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ്. പിന്നെ മാനേജീരിയലിസം, അത് 1 മാർക്കിൻ്റെ മേഖലയിലും 2 മാർക്കിൻ്റെ മേഖലയിലും 4 മാർക്കിൻ്റെ മേഖലയിലും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് മാനേജീരിയലിസം എന്ന് പറയുന്ന ആ ഏരിയ. ഓക്കെ, അടുത്തതാണ് 4ാമത്തെ മൊഡ്യൂള് ട്രെയിൻഡ് മാൻ പവർ ഫോർ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഈ ട്രെയിൻഡ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാൻ പവർ ട്രെയിനിങ് എന്താണെന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൻഡ് മാൻ പവറിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചേക്കാം കേട്ടോ. അത് വളരെ വലിയൊരു ചോദ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം കേട്ടോ. എന്താണ് HRM മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. HRM എന്താണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്, ക്വാളിറ്റി സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ ഇതെല്ലാം 1 മാർക്ക് 2 മാർക്ക് മേഖലയിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ആ ബിസിനസ് എത്തിക്സിൽ തന്നെ ബിസിനസ് എത്തിക്സിൻ്റെ ഫീച്ചേഴ്സും നീഡ്സും ഇമ്പോർട്ടൻസും ഒക്കെ നമ്മുടെ ഈ ഒരു സമയത്ത് അത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു റെലവൻ്റ് ടോപ്പിക്ക് ആയതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചോദിച്ചേക്കാം. കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചേക്കാം. പിന്നെ സോഷ്യൽ സർവീസ് ഉണ്ടല്ലോ. സോഷ്യൽ സർവീസ് നമ്മുടെ കോളേജിൽ NCC, NSS ഒക്കെ പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ചോദ്യം 4 മാർക്കിൻ്റെ മേഖലയിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് അവസാനത്തെ മൊഡ്യൂളാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആ 5ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചേക്കാം. എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ്, റീഡിംഗ് ടെക്നിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് മേഖലയാണ്. ലിസണിങ് ടു ലെക്ചേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗം കുഴപ്പമില്ല, അത് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. നോട്ട് ടേക്കിങ്ങും മെത്തേഡ്സും അത് എപ്പോഴും ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചോദിക്കാൻ കഴിയുന്നത് 1 മാർക്കിൻ്റെ മേഖലയിലും 2 മാർക്കിൻ്റെ മേഖലയിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എന്താണ് സെമിനാർ, എന്താണ് വർക്ക്ഷോപ്പ്, എന്താണ് കോൺഫറൻസ്, സിമ്പോസിയം. കോൺഫറൻസും സിമ്പോസിയവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചേക്കാം.
ഫീൽഡ് സ്റ്റഡി, കേസ് സ്റ്റഡി, പ്രൊജക്റ്റ് റിപ്പോർട്ട്. അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റും 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന മേഖലയാണ്. ഇനി അതിൻ്റെയൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഫീൽഡ് സ്റ്റഡിയുടെയും കേസ് സ്റ്റഡിയുടെയും പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ മേഖലകൾ. നല്ല വൃത്തിയായിട്ട് വീഡിയോ കണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസൊക്കെ കണ്ടുപിടിച്ച് എഴുതി പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്.